വന്നിട്ടുണ്ട് കേട്ടോ. എന്താണോ പൂര കാണാൻ നിൽക്കുക? മാറ്റി എത്ര എണ്ണം പോയി? മരിച്ചൊരു പെൺകുട്ടിയാ. ക്രിട്ടിക്കലായ രണ്ടുപേരും മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. സാർ, ഇവിടെ നടന്ന അത്യാഹിതത്തെ കുറിച്ച് അങ്ങേക്ക് എന്താ പറയാനുള്ളത്? ആലപ്പുഴ കടപ്പുറത്തുള്ള ഹോസ്പിറ്റലില് ഇതേ ഇഷ്യൂ ഉണ്ടായപ്പോൾ ജീവൻ സംരക്ഷിക്കാനുള്ള മരുന്നുകൾക്ക് പകരം നിരോധിക്കപ്പെട്ട മരുന്നുകൾ ഇഷ്യൂ ചെയ്യാൻ ശ്രമിച്ച മെഡിക്കൽ ലോബികൾക്കെതിരെ ജനങ്ങൾ ജാഗരൂകരാവണമെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. വെറും ഒരു സാധാ തലവേദനയ്ക്ക് പോലും ഭൂരിപക്ഷം ഡോക്ടേഴ്സും പ്രിസ്ക്രൈബ് ചെയ്യുന്നത് സർജറിക്ക് ശേഷമുള്ള പെയിൻ കില്ലേഴ്സാണ്. ഇത് വേദനയെ കൊല്ലുന്നതല്ല, മനുഷ്യനെ കൊല്ലുന്ന. ഒരു ചെറിയ നെഞ്ചുവേദനയായിട്ട് കുഞ്ഞു കൊടുത്ത് പുത്തരിടപ്പെട്ട എന്റെ മോളെ തൊമ്മിച്ച ഒന്ന് വന്നേ. തൊമ്മി, ഒരുപാട് നേരമൊന്നും ഇവിടെ ഇങ്ങനെ എന്താ വേണ്ടെന്ന് വെച്ചാ പെട്ടെന്ന് ആശുപത്രിയിൽ നിന്നെ കാണാൻ ആഗ്രഹിച്ചത് ഇങ്ങനെ അനിതയ്ക്ക് ഡോക്ടർ കുറിച്ചു കൊടുത്ത പ്രിസ്ക്രിപ്ഷനായത്. ഈ മെഡിസിൻ ഉപയോഗിച്ച അറ്റാക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ളതുകൊണ്ട് IMA നിരോധിച്ചതായത്. അനിതയ്ക്ക് സംഭവിച്ചതും അതുതന്നെയാ.
കാശുണ്ടാക്കാൻ വേണ്ടി ഏത് തരതാപിടിത്തരവും കാണിക്കാൻ മടിക്കാത്ത നീ നിന്റെ തന്തയും ഇനി അങ്ങനെ മറ്റുള്ളവരുടെ ജീവൻ വെച്ച് ബിസിനസ് ഉണ്ടാക്കുന്നതോ? തൊമ്മി അവൻ കുളിക്ക് തീയൊന്ന് ആളിക്കത്തിയപ്പോ നമുക്ക് നഷ്ടപ്പെട്ടത് കോടികളുടെ മെഡിസിൻസാ. അവൻ എറിഞ്ഞാലും വീര്യം കൂടി 5-6 എണ്ണം അവന്റെ അമ്മയുടെ തറവാട്ടിലോട്ട് എറിഞ്ഞിട്ട് അവന്റെ അപ്പനെ കുടുംബത്തെ ഒരുമിച്ച് അങ്ങോട്ട് പള്ളിപ്പറമ്പിലോട്ട് ഒളിപ്പിക്കാൻ ഇറങ്ങി പുറപ്പെട്ടതാ ഞാൻ. ഇവിടെ മനുഷ്യന്റെ ആസനത്തിൽ തീ പിടിച്ചിരിക്കുമ്പോഴേ ഇയാളുടെ ഒരു കൊലവിളി. നിങ്ങൾക്ക് നഷ്ടം കുറച്ച് കോടികളേ ഉള്ളൂ, ബാക്കിയുള്ളവന്റെ കഷത്തെ ആരോഗ്യവകുപ്പ് എന്ന കീറാമുട്ടി. ഓ നാളെ മുതൽ ഇനി ഓരോരുത്തരുടെ അന്വേഷണവും സെറ്റിങ്ങും. എന്റെ മാതാവേ, ഓ അതിലിത്ര പുതുമ. ഇതിന്റെ പേരിൽ ഒരു കേസ് എടുപ്പിക്കാനോ കോടതി പോകാനോ ഒക്കാത്ത അവസ്ഥയാണ്. എന്താണെങ്കിലും ശരി, തൊമ്മി അങ്ങനെ അങ്ങ് മേയാൻ വിട്ടിട്ട് കയ്യും കെട്ടി നോക്കി നിന്നാ ശരിയാവില്ല. എടോ, ഈ കേസിൽ ആ CIG കൃഷ്ണമൂർത്തി കയറിയെന്ന് പിടിമുറുക്കിയ പിന്നെ മഹാന്മാരായ കൊച്ചു തമ്പരാക്കന്മാർ ഉറക്കമുണരുന്നത് അങ്ങ് സെൻട്രൽ ജയിലിലായിരിക്കും. അത് വിവരമുള്ള തന്തയ്ക്ക് വെറുതെ തൊമ്മിക്കറിയാം. എന്റെ 100 ദിന താൻ ഇങ്ങനെ ഡയലോഗ് പറഞ്ഞ് മനുഷ്യരെ പേടിപ്പിക്കാതെ പരിഹാരം എന്തെങ്കിലും പറയണോ? പരിഹാരം ഒന്നേ ഉള്ളൂ. ജനാർദ്ദന കുറുപ്പിനെ മുഖ്യമന്ത്രി കസേരയിൽ നിന്നും താഴെ ഇറക്കണം. നിലവിലുള്ള എല്ലാ ഇഷ്യൂസും ചേർത്ത് നിയമസഭയിൽ പ്രതിപക്ഷം അയാൾക്കെതിരെ അവിശ്വാസ പ്രമേയം കൊണ്ടുവരണം. എന്ത് വില കൊടുത്തും ഏത് മാർഗത്തിലൂടെ ആയാലും അത് സംഭവിക്കണം. മൂർത്തിനെ ഉടൻ തന്നെ തങ്കി വർഗീസിനെ കാണണം. കേരളത്തിലെ മുന്നിൽ രാഷ്ട്രീയത്തിൽ 18 MLA-മാരുമായി സമ്മർദ്ദതന്ത്രം പയറ്റുന്ന ഗീവർഗീസ് ഒരിക്കൽ നമ്മുടെ വലയിൽ നിന്നും ചാടിപ്പോയതാ. ഇനി അത് ആവർത്തിക്കരുത്. ഇവനുമായിട്ടുള്ള പിണക്കം തീർത്ത് അവനെ നമ്മുടെ കൂടാരത്തിൽ എത്തിക്കണം. പ്രത്യുപകാരമായിട്ട് എന്ത് വേണമെങ്കിലും ചെയ്തു കൊടുത്തേക്ക്. അവൻ എന്ത് പ്രത്യുപകാരമാ വേണ്ടെന്ന് ആർക്കും അറിയാൻ പാടില്ലാത്ത. കോശിയുടെ 6 MLA-മാരും ഗീവർഗീസിന്റെ 18 പേരും പിന്നെ നമ്മുടെ ആൾക്കാരും അവിശ്വാസ പ്രമേയത്തിനെതിരായി വോട്ട് ചെയ്യാൻ നിയമസഭയിൽ എത്താതിരുന്നാൽ ജനാർദ്ദന കുറുപ്പിന്റെ മന്ത്രിസഭ താഴെ വീഴും. അത് തന്റെ ഉത്തരവാദിത്വമാണ്, മറിച്ച് സംഭവിക്കരുത്. ഇനി അപ്പികള് ശകല റെസ്റ്റ് എടുക്കും. ഞാൻ അപ്പുറത്തിരിക്കുന്ന അണ്ണന്മാരുമായിട്ട് ഇത്തിരി വർത്തമാനങ്ങൾ പറഞ്ഞിട്ട് വരാം. ഈ ഒടയതമ്പുരാനെന്നൊക്കെ പറഞ്ഞ വലിയ സംഭവങ്ങൾ തന്നെയാണ്. ഇല്ലെങ്കിൽ അവളുമാരെ പോലത്തെ തങ്കക്കൊടകൾ എങ്ങനെ പടത്തിറക്കുമായിരുന്ന ഇങ്ങോട്ട് എടോ വെട്ടിച്ചറേ, താനിപ്പോ പ്രതിപക്ഷത്താണ് അതോ ഭരണപക്ഷത്താണ്? സത്യം പറയാലോ എന്റെ ഗീവർഗീസേ, അത് എനിക്ക് തന്നെ ഇപ്പൊ വലിയ നിശ്ചയം പോരാ. എന്നും മാത്രമല്ല, ഈ അഴിമതി എന്ന് പറയുന്ന പുല്ലിന്റെ പുറത്താ കിടപ്പ്. അതിന്റെ ടേസ്റ്റ് ഒന്ന് അനുഭവിക്കാന്ന് വെച്ചാൽ ഈ പാർട്ടിക്കാര് സമ്മതിക്കണമില്ല. എടേ ജോണിക്കുട്ടി, യവനും ഞാനും തമ്മിൽ ഉടക്കാനുള്ള കാര്യം എന്തെന്നറിയാമോ? അവിടെ അകത്ത് കിടക്കണില്ലേ ആ വക കാര്യങ്ങളിൽ യവനും ഞാനുമായിരുന്നു ചക്കരയും പായും. ഒടുവിൽ യവൻ ആ കോവിലകം പീഡനത്തിൽ തമ്പുരാട്ടി കൊച്ചിനെ ഒറ്റയ്ക്ക് വെച്ചങ്ങ് ശാപ്പിട്ടു. അതെനിക്ക് പിടിക്കൂ. പക്ഷെ ഇപ്പൊ എനിക്ക് നിന്റെ അടുത്ത് ഒരു വിരോധമില്ല കേട്ടാ. ഒന്നുമില്ലെങ്കിലും എന്നെ രാഷ്ട്രീയം പഠിപ്പിച്ച ഗുരുനാഥന്റെ മോനല്ലേടെ നീ. യവനും ഞാനും ചേർന്ന ഒരു പെണ്ണിന്റെ പേരിൽ കൊമ്പ് കോർത്തപ്പോ കേരളത്തിൽ എത്ര ഹർത്താലും പണിമുടക്കും ഉണ്ടായെന്നുള്ളതിന്റെ കണക്ക് ദാണ്ടെ ഈ വെട്ടിച്ചെറിയുടെ കൈ കാണും. കാണും കാണാതിരിക്കാൻ വഴിയില്ലല്ലോ. അതാണല്ലോ ജനാധിപത്യം. നേതാക്കന്മാരുടെ അഴിമതിയും പെണ്ണുപിടുത്തവും പൊതുജനം അറിയാതിരിക്കാനുള്ള മറയല്ലേ ഹർത്താലും പണിമുടക്കും. I will call you back. അപ്പോ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു തീർത്തോ? അതിന് നമ്മൾ തമ്മിൽ എന്തൊരു പ്രശ്നമല്ലേ? സമാധാനമായി. ഇനിയിപ്പൊ കാര്യങ്ങളൊക്കെ ഒന്ന് ഉഷാറാക്കണം. വെട്ടിച്ചറേ, ജനാർദ്ദന കുറുപ്പിന്റെ മന്ത്രിസഭയ്ക്കെതിരെ നിയമസഭയിൽ പ്രതിപക്ഷം കൊണ്ടുവരുന്ന അവിശ്വാസ പ്രമേയം ഞങ്ങൾ പാസാക്കി തരും. അത് കഴിഞ്ഞാൽ പിന്നെ കേരളം ഭരിക്കുന്നത് നിയമങ്ങളും ചട്ടങ്ങളും പറഞ്ഞ് നമ്മുടെ സാമ്രാജ്യങ്ങൾക്ക് കോട്ടം വരുത്താത്ത പുതിയൊരു സർക്കാരായിരിക്കും. എന്തു പറയുന്നു ഗീവർഗീസ്?